ബേസിൽ ടോമിനെ കൂട്ടുകാരുടെ ഒന്നിച്ച് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അതിരടി എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിലോട്ടെത്തി ആദ്യ ഷോകൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും എക്കാലത്തും കാണാൻ സാധിച്ചിട്ടുള്ള ഒരു മികച്ച റെസ്പോൺസ് തന്നെ ചിത്രം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും അടിയോടടിയും അതോടൊപ്പം തന്നെ മാസ് മസാല കോമഡി എന്റർടൈനറുമായിട്ട് മാറുന്ന അതിരടിയെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രീമിയർ ഷോകളിൽ നിന്നായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് മികച്ച റെസ്പോൺസുകൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ മലയാള സിനിമയിലിട്ട് മറ്റൊരു 100 കോടിയോ അല്ലെങ്കിൽ 200 കോടിയോ നേടാൻ പോകുന്ന ചിത്രമായിട്ട് അതിരടി മാറുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. അതിരടി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, മിനി ശ്രീനിവാസൻ, റിയ ഷിബു, ഷാൻ റഹ്മാൻ, ദർശന രാജേന്ദ്രൻ, ഷെരീൻ ഷിഹാബ്, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതരായ അരുൺ അനിരുദ്ധൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നല്ലോ അതിരടി എന്ന് പറയുന്ന സിനിമ. ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങും ചിത്രത്തിന് മികച്ച റെസ്പോൺസുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ നിമിഷവും പൂർണ്ണമായിട്ടും തിയേറ്ററുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു പക്ക മാസ് മസാല ആക്ഷൻ എന്റർടൈനർ എന്നുള്ള ലേബൽ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുന്നിടം മുതൽ തന്നെ അവസാനിക്കുന്നിടം വരെ പ്രേക്ഷകരെ കൂടെ കൂട്ടാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പതിഞ്ഞ താളത്തിലാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം തുടരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രം കത്തിക്കേറി രണ്ടാം ഭാഗം അതിലും മികച്ച രീതിയിലാക്കി ഒരുക്കുകയും ചിത്രത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിൽ സാംകുട്ടി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് സാംബോയ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ബേസിലെത്തുമ്പോൾ തോട്ടക്കുട്ടൻ എന്ന് പറയുന്ന ഗുണ്ട കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ ടൊവിനോ എത്തുന്നത്. ഇവരോടൊപ്പം തന്നെ വിനയ് ശ്രീനിവാസനായിട്ടും ഷാൻ റഹ്മാൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. ഇതൊക്കെയുള്ള ടൊവിനോയുടെ അതോടൊപ്പം തന്നെ ബേസിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത കാലത്ത് കൊച്ചിയിലെ പ്രശസ്തമായിട്ടുള്ളൊരു ക്യാമ്പസിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ തുടക്കം. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടാണ് സാംകുട്ടി എത്തുന്നത്. തൻ്റെ സഹോദരൻ പഠിച്ച അതേ കോളേജിൽ സാംകുട്ടിയും പഠിക്കാനെത്തുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്. കോളേജിന്റെ അഭിമാനമായിരുന്ന ഫെസ്റ്റിവൽ പ്രത്യേക സാഹചര്യത്തിൽ എന്നേക്കുമായി ഒഴിവാക്കുകയും അത് തിരികെ കൊണ്ടുവരാൻ സാംകുട്ടി ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യം വരുന്ന ചിത്രം പൂർണ്ണമായിട്ട് ഒരു കംപ്ലീറ്റ് എന്റർടൈനറായിട്ട് ചിത്രം മാറുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തണുത്ത് കിടക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഉണർവേകാൻ അതിരടി എന്ന് പറഞ്ഞ സിനിമയിലൂടെ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് വൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് അതിരടി എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ദിവസം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.